നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് മിൽക്കി വേ എന്ന ഗാലക്സിയിലെ ഒരു ചെറിയ ഗ്രഹമായ ഭൂമിയിലിരുന്നുകൊണ്ടാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ഗാലക്സിയെക്കുറിച്ച് ഇന്നും നമ്മൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ അടുത്ത് വരെ കണ്ടുപിടിച്ചത് വെച്ച് ഏറ്റവും കൗതുകമുണർത്തുന്ന ചില കാര്യങ്ങളാണ് മിൽക്കി വേ ഗാലക്സിയുടെ ജനനം, അതിൻ്റെ വലിപ്പം എന്നിവ. കൂടാതെ അതിൽ മറ്റൊരു ജീവനുണ്ടോ ഇല്ലയോ എന്നുകൂടി ശാസ്ത്രജ്ഞർ വിലയിരുത്തിയിരിക്കുന്നു. ഇതുപോലെയുള്ള കുറച്ച് മിൽക്കി വേ ഫാക്ട്സുമായിട്ടാണ് ഇന്ന് ക്രേസി വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. സോ ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്പർ 1. എന്ന് മുതലാണ് മിൽക്കി വേ എന്ന ഗാലക്സി ഉണ്ടായത്? ഒരുപാട് പേരുടെ മനസ്സിൽ ഉത്തരം കിട്ടാതെ കിടക്കുന്ന ഒരു ചോദ്യമാണിത്. പ്രപഞ്ചമുണ്ടായ ബിഗ് ബാങ് ഇവൻറ്റിൽ നിന്നും വന്ന പൊടിപടലങ്ങളും വാതകങ്ങളും ചേർന്ന് 13.8 ബില്യൺ വർഷങ്ങൾ ദൈർഘ്യം ചേർന്ന കൂടിച്ചേരലിലൂടെയാണ് മിൽക്കി വേ രൂപപ്പെട്ടത്. ആ റിയാക്ഷൻ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇതിലൂടെയാണ് പല ഗ്രഹങ്ങളും നെബുലകളും അതിൽ നിന്ന് നക്ഷത്രങ്ങളും രൂപാന്തരപ്പെട്ടത്. നമ്പർ 2. എന്താണ് മിൽക്കി വേ ഗാലക്സിയുടെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്? മിൽക്കി വേയുടെ ചിത്രങ്ങളിൽ നടുവിലായുള്ള ആ ഒരു വെളുത്ത പ്രകാശത്തിന് കാരണമെന്ന് പറയുന്നത് സൂര്യൻ്റെ 40 ലക്ഷം ഇരട്ടി വലിപ്പം വരുന്ന ഒരു ഭീമാകാരമായ ബ്ലാക്ക് ഹോളാണെന്ന് ചില പഠനങ്ങൾ തെളിയിക്കുന്നു. നമ്പർ 3. ഏകദേശം എത്രത്തോളം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമാണ് മിൽക്കി വേയിലുള്ളത്? ഗ്രഹങ്ങളുടെ കാര്യത്തിൽ മനുഷ്യർ കൃത്യം 5502 ഗ്രഹങ്ങൾ മാത്രമേ മിൽക്കി വേയിൽ കണ്ടെത്തിയിട്ടുള്ളൂ. എന്നാൽ നക്ഷത്രങ്ങളുടെ എണ്ണത്തിൽ ഏകദേശം 100 ബില്യൺ നക്ഷത്രങ്ങളാണ് മിൽക്കി വേയിലുള്ളത്. പക്ഷേ ഈ കണക്കുകൾ മനുഷ്യർ കണ്ടെത്തിയിട്ടുള്ളതാണ്. യാഥാർത്ഥ്യത്തിൽ ഓരോ മണിക്കൂറിലും ആയിരക്കണക്കിന് അസ്ട്രോണമിക്കൽ ബോഡീസാണ് മിൽക്കി വേയിൽ രൂപാന്തരപ്പെടുന്നത്. അതിനാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്നത് പ്രവചിക്കുന്നതിലും അപ്പുറമായിരിക്കും. നമ്പർ 4. എങ്ങനെയായിരിക്കും മിൽക്കി വേയുടെ അന്ത്യം? മിൽക്കി വേയുടെ അവസാനം എങ്ങനെയായിരിക്കും എന്ന് ശാസ്ത്രജ്ഞന്മാർ പ്രവചിച്ചു കഴിഞ്ഞു. ഏകദേശം 5 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം മിൽക്കി വേയുടെ തൊട്ടടുത്ത ഗാലക്സിയായ ആൻഡ്രോമേഡയുമായിട്ടുള്ള കൂട്ടിയിടിയിലായിരിക്കും മിൽക്കി വേയുടെ അവസാനം. പകരം ആ 2 ഗാലക്സികളും ചേർന്ന് പുതിയൊരു ഗാലക്സി രൂപാന്തരം കൊള്ളുകയും ചെയ്യും. എന്നാൽ ഇന്നും ഉത്തരം കിട്ടാതെ കിടക്കുന്ന ഒരു ചോദ്യമാണ്, മിൽക്കി വേ എന്നല്ല ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ ജീവനുള്ളത് ഈ ഭൂമിയിൽ മാത്രമായിരിക്കുമോ?